Manchester United retake the lead at Anfield, and who else? Harry Maguire. പരിഹാസനങ്ങളിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് വരുന്നവരെ കാണുന്നതിനേക്കാൾ പരം സന്തോഷം മറ്റൊന്നിനും ചില നേരങ്ങളിൽ ജീവിതത്തിൽ നൽകാനാകില്ല. ഇനി അത് ഫുട്ബോളിലാണെങ്കിൽ അത് നൽകുന്ന സാറ്റിസ്ഫാക്ഷനും വൈകാരികതയും മറ്റൊരു തലത്തിൽ തന്നെയായിരിക്കും. ഈ ലോകം മുഴുവൻ ഏറ്റെടുത്ത പരിഹസിക്കാൻ ഉപയോഗിച്ച പദമായിരുന്നില്ലേ ഹാരി മഗ്വയർ എന്നത്. ഫുട്ബോളിനെ കുറിച്ച് അറിയുന്നവനും അറിയാത്തവനും വരെ ആ തരംഗത്തെ ആസ്വദിച്ചും ട്രോൾ മെറ്റീരിയലായി ഉപയോഗിക്കുകയും ചെയ്തു. അതിനു പുറകിൽ ഒരു മനുഷ്യന്റെ വേദന ഉണ്ടായിരുന്നുവെന്ന് പോലും ചിലർക്ക് അറിവില്ലായിരുന്നു. തൻ്റെ കരിയറിൽ അറിയാതെ സംഭവിച്ച ചില പാകപ്പിഴ, സമയദോഷം കൊണ്ട് അതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. ഒരു സുപ്രഭാതത്തിൽ അയാൾ എല്ലാവർക്കും വില്ലനായി, ചതിയനായി, വഞ്ചകനായി. ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർ പോലും നിരന്തരം പരിഹസിക്കാനും വിമർശിക്കുവാനും തുടങ്ങി. ചില മത്സരങ്ങളിലെ കമന്റേറ്റർമാർ പോലും പുച്ഛിക്കും തരത്തിൽ വാചകങ്ങൾ അടിച്ചിറക്കി. അത് പറഞ്ഞു വരുന്നത് ഇംഗ്ലണ്ട് താരവും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താരവുമായ ജാക്കബ് ഹാരി മഗ്വയറിനെ കുറിച്ചാണ്. സമകാലിക ലോകത്ത് പക്ഷേ പരാജയപ്പെട്ടവർക്കും പരിഹസിക്കപ്പെട്ടവർക്കും പരിഹാസനത്തിൻ്റെ പരമസീമയിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ടിരിക്കുന്നവർക്കും മാതൃകയാക്കാവുന്ന പേരാണത്. തന്നെ നിരന്തരം വിമർശിച്ച ആരാധകർക്ക് മുന്നിൽ തന്നെ ഉയർത്തെഴുന്നേറ്റ് തലയുയർത്തി നിന്ന നാമമാണയാൾ. പരിഹസിച്ചവർക്ക് വേണ്ടി പോലും ഇന്നയാൾ പരാതി ഏതും കൂടാതെ തന്നെ വിജയം വെട്ടിപ്പിടിക്കുന്നത് കാണാം. തന്നെ പുച്ഛിച്ച കമന്റേറ്റർമാർക്ക് പോലും വായ്മൊഴി തിരുത്തി പറയേണ്ടി വരുന്നുണ്ട്. അത് ഈ ലോകത്ത് നമ്മൾ പരാജയപ്പെട്ടുവെന്ന് സ്വയം വിശ്വസിക്കും വരെ വിജയിക്കാനുള്ള അവസരം നമുക്ക് മുന്നിലുണ്ട് എന്നതിൻ്റെ ഉദാഹരണമാണ് അയാൾ. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ മോശം ദിവസങ്ങളിൽ പോലും മഗ്വയർ എന്ന പേര് രക്ഷകനാകുകയാണ്. തള്ളിപ്പറയുകയും പുറത്താക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ഭൂമിയോളം താഴ്ത്തിക്കെട്ടി പറഞ്ഞപ്പോൾ പോലും തന്നിലുള്ള ആത്മവിശ്വാസം ഒന്നിൽ മാത്രം വിശ്വാസമർപ്പിച്ച മഗ്വയറിനുള്ള പ്രതിഫലമാണ് കാലം സമ്മാനിക്കുന്നത്. തൻ്റെ രക്തം പൊടിഞ്ഞു വീണ മാഞ്ചസ്റ്റർ തെരുവുകളിൽ പോലും അയാളുടെ പേര് വെച്ച് ആരാധകർ പൊട്ടിത്തെറിക്കുകയാണ്. കഴിഞ്ഞ സീസൺ മുതൽ ഇന്ന് അവസാനത്തെ മത്സരത്തിൽ പോലും മഗ്വയർ എന്ന ഡിഫൻഡറുടെ സങ്കീർണമായ കഠിനാധ്വാനം കാണാം. വിജയങ്ങളുടെ പ്രധാന കണ്ണിയായി മാറുന്നതും കാണാം. അത് അയാൾ ഈ ഫുട്ബോളിലെ ഒരു അതിജീവനത്തിൻ്റെ കൂടി ഉദാഹരണമായി മാറുകയാണ്. നിരന്തരം പരിഹസിക്കപ്പെടുമ്പോൾ ഒരിക്കലും തോൽക്കാൻ മനസ്സിലാത്തവർക്ക് ഏറ്റവും വലിയ മോട്ടിവേഷനും കൂടിയാണ്. പുച്ഛിച്ച ലോകത്തിന് മുന്നിൽ തന്നെ തലയുയർത്തി നിൽക്കുന്ന അയാളോട് ഓരോ യുണൈറ്റഡ് ആരാധകനും ഫുട്ബോൾ ആരാധകരും കൂടെ ഞാനും നിങ്ങളും വരെ ഒരിക്കലെങ്കിലും മാപ്പ് പറയേണ്ടി വരും. കാരണം എനിക്കും നിങ്ങൾക്കും ഒരുപക്ഷെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയാൻ സാധിക്കില്ല, ഞാനും നിങ്ങളും അയാളെ പരിഹസിച്ചിട്ടില്ല എന്ന്, ഹാരി മഗ്വയർ എന്ന ട്രോൾ മെറ്റീരിയൽ ആസ്വദിച്ചിട്ടില്ല എന്ന്. This is one of the great European nights for a football club who's had so many of them. Paulo Fonseca, he must wonder what's happened. Ruben Amorim, what a night it is for him.